അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ ഈ അനുഗ്രഹീതമായ സദസ്സിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട KKS തങ്ങളവറുകളെ, നമ്മുടെ വേദിയിലുള്ള നമ്മുടെ മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷകനുമായ എൻ്റെ ബഹുമാന്യ സുഹൃത്തും അതുപോലെ തന്നെ പ്രമുഖ സാഹിത്യകാരനും വളരെ വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരനും കൂടിയായ ബഹുമാന്യനായ സുരേന്ദ്രൻ മാഷ്. സുരേന്ദ്രൻ മാഷ് ഞങ്ങളുടെ നാട്ടുകാരനാണെന്ന് അധികാരം അറിയില്ല. അദ്ദേഹം അവിടുന്ന് മാറി വേറെ സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട സഖാഫി കാള ഉസ്താദ് കുഞ്ഞുമോൻ മുസ്ലിയാർ തങ്ങൾ, വിദേശത്ത് UAE നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന മുൻ SKSFിൻ്റെ ജില്ലാ സാരഥി കൂടിയായ അലവിക്കുട്ടി വൈസി, അതുപോലെ തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകൻ റഹീം ചുഴലി, കാടാമ്പുഴ മൂസ സാഹിബ്, അതുപോലെ തന്നെ തോപ്പിൽ കുഞ്ഞാപ്പു ഹാജി, അതിലൊക്കെ ഉപരി ഇവിടെ ഇനി അടുത്ത വിഷയം അവതരിപ്പിക്കേണ്ട ബഹുമാന്യനായ മുസ്തഫ അഷ്റഫി കക്കുപ്പടി, അതുപോലെ സഹപ്രവർത്തകനായ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, ബഹുമാനപ്പെട്ട ഖാദർ ഫൈസി, ലത്തീഫ് ഫൈസി തുടങ്ങി നമ്മുടെ ഈ സദസ്സിൽ ഒത്തുചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെ, നൗഷാദ് മണ്ണിശ്ശേരി നമ്മുടെ സദസ്സിലും കൂടി സ്റ്റേജിൽ കയറിയിരുന്നാൽ ഏറെ സൗകര്യമായി, ഏറ്റവും നല്ലതാ, ഞാൻ വാശി പിടിക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മഹത്തായ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിങ്ങനെ ഒരു ചർച്ച വെച്ചതും ഈ ചർച്ചയ്ക്ക് കളമൊരുക്കിയതും എന്തിനാണ് എന്ന് ബഹുമാനപ്പെട്ട സുരേന്ദ്ര മാഷ് തൻ്റെ പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. കാരണം നമുക്കനുകൂലമായി ശബ്ദിക്കുന്നു എന്നതുകൊണ്ടല്ല, നമുക്കനുകൂലമായി ശബ്ദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുമില്ല. പക്ഷേ സത്യം മനസ്സിലാക്കി പലപ്പോഴും സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ബുദ്ധിജീവികളുമൊക്കെ പലപ്പോഴും ന്യൂനപക്ഷ പ്രശ്നം വരുമ്പോൾ, മുസ്ലിം സമൂഹത്തിൻ്റെ പ്രത്യേക പ്രശ്നം വരുമ്പോൾ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ ഇടപെടാതിരിക്കുന്നത് പോലെ തന്നെ എതിരായി ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വേറിട്ട ശബ്ദമായി സുരേന്ദ്ര മാഷെ പലപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ അദ്ദേഹം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സൂചിപ്പിക്കുന്നത്, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ഏറ്റവും കാലികമാണ്, മാത്രമല്ല നമ്മൾ ഏറെ ചർച്ച ചെയ്യാൻ ബാധ്യസ്ഥരായ കാര്യമാണ്. നമ്മുടെ ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങൾ മുഴുവൻ വന്നാൽ ഈ ഹാള് നിറയും. അപ്പോൾ നമ്മുടെ പ്രവർത്തക സമിതി അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. വരാത്തവരെ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രവർത്തക സമിതി യോഗം ചേരുമ്പോൾ നമുക്കത് തെര്യപ്പെടുത്തി കൊടുക്കുകയും വേണം. അതിനാണ് നിങ്ങളെ കൊണ്ട് ഒപ്പുപോലും ശേഖരിപ്പിക്കുന്നത്. ഞാൻ മറ്റു വിഷയത്തിലേക്കൊന്നും കടക്കാതെ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നിപ്പോൾ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ISIS. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഏക സിവിൽ കോഡ്. ഈ രണ്ട് വിഷയങ്ങളിലുള്ള നമ്മുടെ ആശങ്കകൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ISIS എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദായിഷ്, അദ്ദൗല ഇസ്ലാമിയ ഫിൽ ഇറാഖ് വശാം. ഈ അറബി പേരിൽ അറിയപ്പെടുന്ന ഈ സംഘത്തിൻ്റെ നേതാവ് അബൂബക്കർ ബഗ്ദാദി. ഇവർ തട്ടിപ്പടച്ച ഒരു പട നമ്മുടെ ലോകത്ത് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും അതുവഴി സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങളും ദിനേന പത്രത്തിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം നടന്ന ഫ്രാൻസിലെ അക്രമം പോലും അവർ ഏറ്റെടുത്തു. അതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിന് വീണ്ടും അപമാനമുണ്ടാക്കി. ഇവിടെ നമ്മൾ ആരാണ് IS, എന്താണ് ISന്റെ ലക്ഷ്യം എന്നുകൂടി മനസ്സിലാക്കണ്ടേ.
ISIS എന്ന് പറയുന്ന ഒരു സംഘടന ലോകത്ത് ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ ചില പത്രങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ ചില പ്രഭാഷകന്മാരും ചില സംഘടനകളുമൊക്കെ ഇത് മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ മേക്കിട്ട് കയറാൻ വരികയാണ്. ജന്മഭൂമി പത്രത്തിൽ ഈയിടെ എഴുതി, ജയശങ്കറാണ് എഴുതിയത്, അദ്ദേഹം ഒരു നിയമം പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം വളരെ മോശപ്പെട്ട ശൈലിയിൽ ISനെ കുറിച്ച് എഴുതിക്കൊണ്ട് യുവാക്കളുടെ തിരോധാനത്തെക്കുറിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രി അതുപോലെ തന്നെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ഇതുപോലെയുള്ള ഉത്തരവാദപ്പെട്ടവർ അവരുടെ കടമ നിർവഹിക്കണം എന്ന് പോലും പറയുന്ന രീതിയിൽ ഈ യുവാക്കൾ മുഴുവൻ പോയത് ISൽ ചേരാനാണ് എന്ന മുൻവിധിയോടെയാണ് അയാൾ എഴുതിയത്. ISൽ ഇവർ ചേർന്നതായി യാതൊരു തെളിവും നമുക്ക് ലഭ്യമായിട്ടില്ല. യഥാർത്ഥത്തിൽ അവർ പോയത് ISൽ ചേരാനാണ് എന്നതിന് അവരുടെ വീടുകളിലോ അതല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള മെസ്സേജുകൾക്കോ ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് ആളുകൾ ഈ രീതിയിൽ പോയി എന്നത് ശരിയാണ്. അങ്ങനെ പോയ ആളുകളെ കുറിച്ച് അതിൻ്റെ കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ 21ഓളം ആളുകൾ പോയി എന്ന് പറയുന്നു. അതിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുമുണ്ട്, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നുമുണ്ട്. ഈ പോയ ആളുകളെ മൊത്തം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു ചിത്രം തീവ്രമായ ആത്മീയത പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സെലഫിസമാണ് അവർക്ക് അങ്ങനെ പോകാനുള്ള പ്രചോദനം കൊടുത്തത്. സെലഫിസം അതിര് കടന്ന രീതിയിൽ ആത്മീയതയിലേക്ക് പോയപ്പോൾ സെലഫിസത്തിലൂടെയാണ് അവർ ഈ അപകടകരമായ അവസ്ഥ പ്രാപിച്ചത് എന്ന് അവർ തന്നെ പറയുന്നു. ഈ സെലഫിസത്തിന്റെ അപചയം എന്ന് പറയുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു സമൂഹം കടന്നു വന്നപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത്. ഈ അവസ്ഥയിൽ നമ്മൾ അവരെ പരിശോധിച്ചാൽ കാണാൻ കഴിയും, ആത്മീയത തലക്ക് പിടിച്ച് കയറിയിട്ട് അവർ പോയിട്ടുള്ളത് ദമ്മാജിലേക്ക്. എന്താണ് ആ പ്രദേശത്തിന്റെ പ്രത്യേകത? ആ പ്രദേശത്ത് ദാറുൽ ഹദീസ് എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? നേരത്തെ അറബ് ലോകത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ, വളരെ അപകടകരമായ അവസ്ഥയുണ്ടാക്കിയ നമുക്കറിയാം ഷെയ്ഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം യമൻകാരനാണ്. അദ്ദേഹം ആ പ്രദേശത്ത് ഒരു ചെറിയ സ്ഥാപനമുണ്ടാക്കി, ദാറുൽ ഹദീസ് എന്ന പേരിട്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് അവിടെ അധികാരത്തിൽ വന്നയാള് അവിടെ ഇന്റർനെറ്റ് സൗകര്യം അനുവദിച്ച് അതുപോലെ തന്നെ എല്ലാത്തരം സൗകര്യങ്ങളും ആസ്വദിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തപ്പോൾ അവിടെയുള്ള ആളുകൾ ചില മെസ്സേജുകൾ കൊടുത്തുകൊണ്ട് ആകർഷണീയമായ പ്രവർത്തനം ചെയ്തുകൊണ്ട് ചെറുപ്പക്കാരങ്ങോട്ട് ആകർഷിച്ചു. ഈ ആത്മീയതയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, ആളുകളെ വഞ്ചിക്കാനും പറ്റും, നന്നാക്കാനും പറ്റും. ഞാൻ ഈയിടെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായ ഒരു ഫാമിലി കൗൺസിലിങ്ങിൽ വിദഗ്ധനായ ഒരാളെ കണ്ടു. അദ്ദേഹം ഫാമിലി കൗൺസിലിങ്ങിൽ വളരെ വിദഗ്ധനാണ്. ബ്രോക്കൺ ഫാമിലികളെ ഒരുമിച്ച് കൂട്ടി ശരിക്ക് ക്ലിയർ ആയിട്ട് അവരെ അടുപ്പിക്കാൻ അയാൾക്ക് പറ്റും. അതിനുവേണ്ടി ശ്രമിക്കുന്ന അയാളുടെ അനുഭവത്തിൽ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട അനുഭവം അദ്ദേഹം എന്നോട് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞാൽ, നല്ല മുസ്ലിം കുടുംബത്തിൽ ചിട്ടയോടെ ജീവിക്കുന്ന നല്ല ഒരു പെൺകുട്ടി ചാടിപ്പോയി. അവൾ പോയത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ കൂടെ തന്നെയാണ്. ആ മുസ്ലിം ചെറുപ്പക്കാരൻ അവളെ കൊണ്ടുപോയി. ഒരു പ്രമുഖ കുടുംബത്തിലെ കുട്ടിയായതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയ ഉടനെ അന്വേഷണം നടത്തി പെട്ടെന്ന് അവർ പോലീസിനൊക്കെ സ്വാധീനിച്ച് പിടികൂടി തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. നല്ല ഫാമിലിയിൽ നിന്ന് ഈ പെണ്ണ് ഒരുത്തൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞപ്പോൾ അന്വേഷിച്ച ഒരു പിടികൂടി. ഇവരെ കൗൺസിൽ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഈ പെൺകുട്ടിയെ ഇവൻ വീഴ്ത്തിയ രീതി കൃത്യമായിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു. സത്യത്തിൽ ആ പെൺകുട്ടിക്ക് പോലും മനഃപരിവർത്തനമുണ്ടായി, പോകേണ്ടിയിരുന്നില്ല എന്ന് പോയപ്പോൾ. അതിൻ്റെ കാരണം ഞാൻ പറയാം, നിങ്ങൾക്കത് ബോധ്യമാകും. ഇവൻ ഈ കുട്ടിയെ പരിചയപ്പെട്ട് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും പരിചയപ്പെട്ട് ഈ പെൺകുട്ടിയുമായി കൂടുതൽ അടുത്ത് ഇവൾക്ക് കൊടുത്ത ഉപദേശം ആ പെൺകുട്ടി തന്നെ പറയുന്നു. ആദ്യമായി ഇവൾക്ക് കൊടുക്കുന്ന ഉപദേശം, നീ ശരിക്കും സുന്നത്ത് നോമ്പൊക്കെ നോൽക്കണമെന്നാ. പിന്നെ പറഞ്ഞത്, നീ കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കണമെന്നാ. ഒരു പെൺകുട്ടിയുടെ സങ്കല്പത്തിൽ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന, സുന്നത്ത് നോമ്പിനെ കുറിച്ചൊക്കെ പറയുന്നൊരു ഭർത്താവ് ഒരു നല്ല സങ്കല്പമാണ്. അങ്ങനത്തെ ഒരു ഭർത്താവിൻ്റെ കൂടെ പോകാൻ ഇവൾക്ക് താല്പര്യം സ്വാഭാവികമായും ജനിക്കും. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവളെ വിളിച്ചിട്ട്, നീ നോമ്പ് നോറ്റിരുന്നോ, സുന്നത്ത് നോമ്പ് നോറ്റിരുന്നോ, നീ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നോ, റവാത്തിബ് നിസ്കരിക്കാറുണ്ടോ, ആത്മീയ ഉപദേശങ്ങളാണ് കൊടുക്കുക, നന്നാവാനുള്ള മാർഗമൊക്കെ. അങ്ങനെ ഇതിൽ ഇവൾ വീണുപോയി. അവസാനം ഇവനുമായി വാട്സപ്പിലൂടെ കൂടുതൽ അടുത്ത്. അങ്ങനെ ഒരു ദിവസം ഇവൻ്റെ കൂടെ ഇവൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വരെ കാര്യമെത്തി. കൗൺസിലിങ്ങിന് വിധേയമാക്കിയ ഈ പെൺകുട്ടി പറയുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല,
എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് സുന്നത്ത് നിസ്കരിച്ചോ എന്ന് ചോദിക്കാറില്ല. അങ്ങനത്തെ ഉപദേശം എനിക്ക് കിട്ടാറില്ല. ഇതെനിക്ക് അയാൾ തന്നപ്പോൾ ഞാൻ അയാളെ വിശ്വസിച്ച് പോയി. എനിക്ക് ഭാവിയിൽ കിട്ടാനിരിക്കുന്ന ഒരു ഭർത്താവ് ഇതാണെങ്കിൽ എന്തൊരു സന്തോഷമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കൂടെ ഇറങ്ങിപ്പോയി. ഇറങ്ങി ചെന്നപ്പോഴാണ് അവൾക്കും ബോധ്യപ്പെട്ടത് അവനാണെങ്കിലോ തീരെ നിസ്കരിക്കാത്ത 1-ാം നമ്പർ കള്ളുകുടിയനാണ്. അവന് നിസ്കാരം തന്നെ ഏർപ്പാടില്ല. മദ്യപാനിയും തെമ്മാടിപ്പടയുടെ കൂട്ടത്തിലുള്ള വ്യക്തിയുമായ ആള് ഈ പെൺകുട്ടിയെ വലയിൽ വീഴ്ത്തി കുറച്ച് ദിവസം തൻ്റെ കൂടെ കിട്ടാൻ വേണ്ടി ചെയ്ത ഏർപ്പാടാ. ആ പെണ്ണിനെ ശരിക്കും ആത്മീയമായി കറക്കി ഇങ്ങോട്ടെടുത്തു. മതം പറഞ്ഞിട്ടും മതത്തിന്റെ ചിഹ്നങ്ങൾ പറഞ്ഞിട്ടും മതപരമായ ആശയം സന്നിവേശിപ്പിച്ചിട്ടും ഒരു മനുഷ്യനങ്ങോട്ട് ആകർഷിച്ചെടുക്കാൻ ആർക്കും കഴിയും. ഈ രീതിയിൽ തീവ്രമായ സലഫി സമ്പാദിച്ച കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ ആടുമേക്കലാണ്. നിങ്ങൾ എന്ത് സുന്നത്തെടുത്തിട്ടും കാര്യമില്ല, അത് പ്രവാചകന്മാർ ചെയ്ത രീതിയാണെങ്കിൽ അത് ചെയ്യാതെ മനുഷ്യൻ നന്നാവൂലാണ്. അപ്പൊ പിന്നെ യമനുക്ക് ആടുമേക്കാൻ പോവാണ് കൗമ്. അവരവിടെ ചെന്ന് ആത്മീയ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് കേവല ദിക്റും സ്വലാത്തുമാവുകയാണ്. ഇവിടെയാണ് നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച മുത്തുനബി തങ്ങളെ ആ വാചകം ഖുദിദ്ദീന അനില്ലദീന ഇസ്തഖാമു, നേരെ നിൽക്കുന്നവന്റെ കയ്യിൽ നിന്ന് ദീൻ പഠിക്കണം. നേരെ നിൽക്കുന്നവന്റെ കയ്യിൽ നിന്ന് ദീൻ പഠിക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാം ഏത് നിലക്കും വ്യാഖ്യാനിക്കാം. ഖുർആൻ തന്നെ വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്, വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വഇബ്തിഗാഅ തഅ്വീലി. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വളച്ച് ഒടിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മനസ്സിൽ വളവുള്ള ആളുകൾ അത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കും. അങ്ങനെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശുദ്ധ ഖുർആൻ കൊണ്ട് കഴിയും. യഹ്ദീ ബിഹി കസീറ വയുദ്ദില്ലു ബിഹി കസീറ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഈ ഖുർആനും അതുപോലെ തന്നെ ഹദീസും തെറ്റായി പഠിപ്പിച്ചു കൊടുക്കുന്ന സമീപനം എന്തുകൊണ്ടുണ്ടായി? അറബി ഭാഷ അറിയാത്തത് കൊണ്ടല്ല, പഠിക്കാത്തത് കൊണ്ടല്ല, പിന്നെന്താ? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ശരിക്ക് പൂർവികർ വ്യാഖ്യാനിച്ച പോലെ വ്യാഖ്യാനിക്കണം. എന്തിനാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ വചനത്തിലൊക്കെ ഇമാം ബുഖാരി തങ്ങൾ നബി തങ്ങളെ വചനം പറഞ്ഞ പിന്നെ ഫത്തുൽ ബാരി എന്തിനാ അതിന് വ്യാഖ്യാനിക്കാൻ? റസൂലുള്ളാഹിന്റെ വാചകങ്ങൾക്ക് വ്യാഖ്യാനം ആവശ്യമുണ്ട്. എന്തിനാണ് പരിശുദ്ധ ഖുർആന്റെ അർത്ഥം മലയാളത്തിൽ എഴുതാൻ പറ്റുമ്പോൾ ഇത്രയധികം തഫ്സീർ എന്തിനാ ആവശ്യമുണ്ട്? വിശുദ്ധ ഖുർആന്റെ മലയാള പരിഭാഷ വായിച്ചാൽ പോരാ, വിശുദ്ധ ഖുർആന്റെ അർത്ഥം വെക്കാൻ പഠിച്ചാൽ പോരാ. വിശുദ്ധ ഖുർആന്റെ ആ അവതരണ പശ്ചാത്തലം മുതൽ എന്തിന് എപ്പോ എങ്ങനെ പറഞ്ഞു എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായി ഉസൂൽ വെച്ച് പരിശോധിക്കണം. ആ രീതിയാണ് സമത്വ കേരള ജമിയത്തുലമ അവലംബിച്ചത്. ആ രീതിയാണ് നമ്മുടെ ആലിമീങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ആ രീതിയിൽ ഇന്ന് സമൂഹം എപ്പോൾ വ്യതിചലിച്ചോ അന്ന് മുതൽ ഈ അപകടം തുടങ്ങി. ഇപ്പൊ എങ്ങനെയാ നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികൾക്കിടയിൽ തീവ്രവാദം വളർന്നത്? ചെറുതായിട്ടെങ്കിലും അത് വളർന്ന് എവിടെ എത്തി? ഞാൻ രാഷ്ട്രീയം പറഞ്ഞു തെറ്റിദ്ധരിക്കേണ്ട. ഏക സിവിൽ കോഡും IS ആരോപണവും നമ്മുടെ തലക്ക് മീതെ വാള് പോലെ തൂങ്ങുമ്പോഴാണ് പെരുമാറിയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം അതിന് ഉദാഹരണം പറഞ്ഞതാ, വശാമികുൻ ശഖഹു മാഉൽ ദാഖിലിഹി ഫറുബ്ബ മൻ ഖതഅത അൻഹുൽ മഅവീലു. മഹ്മൂദുൽ കാഹിരി തങ്ങൾ പറഞ്ഞ ഫിലോസഫിയാണ്. കാരണം അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം എന്താണ്? വരിഫ്കു യഅതി ലിഅംരിൻ അൻത തഖ്സിദുഹു വൽ ഖർഖു യംനഉ മിമ്മാ ഫീഹി തഅമീലു. വൽ ഖർഖു യംനഉ മിമ്മാ ഫീഹി തഅമീൽ. നീ ആഗ്രഹിക്കുന്ന കാര്യം ഖർക്ക് തടയും. ഖർക്ക് എന്ന് പറഞ്ഞാൽ പാരുഷ്യം. അതേസമയത്ത് റിഫ്കാണെങ്കിലോ യഅതി ലിഅംരിൻ തഖ്സിദു, നീ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നീ മൃദുലമായി പെരുമാറിയാൽ നീ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് എത്താൻ പറ്റും. പരിക്ക് കാണിച്ചാൽ എത്താൻ പറ്റൂല. അതിന് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്താ? വശാമികു ശഖഹു മാഉൽ ദാഖിലിഹി. മഴ ഇങ്ങനെ പെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഊറ്റിയിട്ട് നിരന്തരമായി വെള്ളത്തുള്ളി ഊറ്റിയാൽ പാറക്ക് ദ്വാരം വരും. ഇപ്പൊ നമ്മുടെ ഈ ഹൈവേ കണ്ടിട്ടില്ലേ നിങ്ങൾ? റോഡ്, നമ്മുടെ ഈ കാണുന്ന റോഡ് ശരിക്കുള്ള നമ്മൾ പറയും റബ്ബറൈസർ റോഡ്, ബിറ്റുമിനൈസർ റോഡ്. ഈ ബിറ്റുമിനൈസ് ചെയ്ത് വൃത്തിയാക്കിയ ഈ റോഡുണ്ടല്ലോ, ഒരു മരത്തുനിന്ന് തുള്ളിവെള്ളം ഇങ്ങനെ വീണാൽ ആ തുള്ളിവെള്ളം തട്ടിയ ദ്വാരാവും. വെള്ളം എത്ര മൃദുലമാണ്. പക്ഷേ ആ മൃദുലമായ പ്രവർത്തനത്തിന് റോഡിൽ ഒരു പ്രത്യേകമായ അവസ്ഥ ഉണ്ടാക്കാൻ കഴിഞ്ഞു. നേരെ മറിച്ചോ,
ഒരു പിക്കാസ് എടുത്ത് പാറ പൊട്ടിക്കാൻ വേണ്ടി ഒറ്റ കൊത്തു കൊത്തി നോക്ക്. ഒരൊറ്റ കൊത്തു കൊത്തിയാൽ പിക്കാസിന്റെ തലപ്പങ്ങ് പൊട്ടും. എന്താ കാരണം? അത് കുറച്ച് കടുപ്പം കൂടിപ്പോയി. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഒരു വിഷയത്തിൽ സമാധാനം പാലിക്കുക. ഏറ്റവും നല്ല അമൽ എന്താണെന്ന് പരിശുദ്ധ പ്രവാചകരോട് ചോദിച്ചപ്പോൾ നബി തങ്ങളുടെ മറുപടി എന്താണ്? അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ് എന്ന ചോദ്യത്തിന് നബി തങ്ങൾ വൃത്തിയായി പറഞ്ഞ മറുപടി ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, പാരീസിന്റെ തെരുവിലും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും, ലണ്ടനിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും എവിടെയാണെങ്കിലും ജീവിക്കുന്ന മനുഷ്യരൊന്നല്ലേ? ജാതി മത ഭേദമന്യേ മനുഷ്യനെ മനുഷ്യനായി കാണേണ്ട ഒരു സമൂഹം, അത് പ്രചരിപ്പിക്കുന്ന ഒരു ദർശനം. അതിന്റെ പേരിൽ ഒരു ബഗ്ദാദി വന്നിട്ട് അയാൾ നേരെ ബോംബും തോക്കും ഏന്തി സമരം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. അയാൾ ഒരു സുപ്രഭാതത്തിൽ കുപ്പായമിട്ട് ഞാനാണ് ഇസ്ലാമിന്റെ ഖലീഫ, ഞാൻ സയ്യിദ. അദ്ദേഹം പറയുകയാണ് സമൂഹത്തോട്, അദ്ദേഹം ആദ്യമായി സ്വയം അവരോധിതനാണ്. അയാൾ സത്യത്തിൽ ലോകത്ത് കടന്നു വന്നത് എങ്ങനെയെന്നറിയും നിങ്ങൾക്ക്? ഞാനാണ് ഇസ്ലാമിന്റെ ഖലീഫ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, ഖുറൈശികൾക്കാണ് നേതൃത്വം, ഞാനാ ഖലീഫ. മറ്റേ ആള് ഞാനാണ് ജില്ലാ ഖാദി എന്ന് പറയില്ല, അതേപോലെ തന്നെയാണ് ഏർപ്പാട്. സ്വയം ചമയന്നെ. ആരാ ഇസ്ലാമിന്റെ ഖലീഫയായിട്ടുള്ള തെരഞ്ഞെടുത്തത്? ആരാ ഇയാളെ ഇസ്ലാമിന്റെ ഖലീഫയാക്കിയത്? ആരാ ഇയാളെ ഖിലാഫത്ത് അംഗീകരിച്ചത്? എവിടെ ഇയാൾക്ക് ഖിലാഫത്തുള്ളത്? എന്നിട്ട് അയാൾ പറയുന്നു ലോകത്തുള്ള മുസ്ലിം ഖലീഫമാരൊന്നും ശരിയല്ല, അതൊന്നും ഇസ്ലാമിക ഭരണമല്ല. യഥാർത്ഥ ഇസ്ലാമിക ഭരണമാണെങ്കിൽ യഹൂദികളെ നശിപ്പിക്കണം, അമേരിക്കയെ നശിപ്പിക്കണം, അതിന് ഞങ്ങളെ കൂടെ നിൽക്കണം എന്നാ. ആ യഹൂദികൾക്കെതിരെ ഒരു അമ്പെങ്കിലുമാർക്ക് തൊടുത്തു വിടാൻ കഴിഞ്ഞോ? വേണമെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് അമേരിക്കക്കെതിരെ വല്ല ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അവര് ആക്രമണം നടത്തിയത് മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത്, നശിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങൾ. ഇനി അവർ നശിപ്പിക്കുന്ന അമുസ്ലിങ്ങളാണെങ്കിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അമുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തതെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഇസ്ലാമിനോട് തെല്ലെങ്കിലും കൂറുണ്ടെങ്കിൽ അവർ മനുഷ്യ ബോംബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുണ്യനഗരിയിൽ കൊണ്ടുപോയി പൊട്ടിക്കോ? പരിശുദ്ധ മദീനയിൽ കൊണ്ടുപോയിട്ട് ബോംബ് പൊട്ടിക്കോ? അവരിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടു എന്നല്ല പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കുറച്ച് കുട്ടികൾ പോയി എന്ന് പറയുന്നു, 2 ജില്ലയിൽ നിന്ന്. പത്രക്കാർ ഏതൊക്കെ തരത്തിൽ ആഘോഷിച്ചത്? ഒരു പത്രം എഴുതിയത് എന്താണെന്നറിയോ? പാലക്കാട് ജില്ലയിൽ നിന്ന് കുട്ടികൾ പോയി എന്നുള്ളത് ശരിയാണ്. അവർ എഴുതിയത് എന്താ? മലപ്പുറത്തിന്റെ സമീപ ജില്ലയിൽ നിന്ന്. മലപ്പുറത്തിന്റെ സമീപ ജില്ലയിൽ നിന്ന്. അപ്പോഴേ ശരിയാവുള്ളൂ. മലപ്പുറത്ത് നിന്ന് പോയി എന്ന് പറയാനില്ല, ഉണ്ടെങ്കിൽ ആഘോഷിക്കുമായിരുന്നു. അപ്പൊ മലയാളത്തിലൊരു പത്രം എഴുതിയത് മലപ്പുറത്തിന്റെ സമീപ ജില്ല. വേറൊരു കൂട്ടർ പറഞ്ഞ എന്താ? ഒരു പത്രം ഇങ്ങനെ പോയ കുട്ടികളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ പരിശോധിച്ചപ്പോൾ പോലീസിന് വീട്ടിൽ നിന്ന് അറബി ലിപിയിലുള്ള പുസ്തകം കിട്ടി. ഉറപ്പാ IS പോയി. അറബി ലിപിയുള്ള പുസ്തകം വീട്ടിലുണ്ടാവും, വലിയ കാര്യമല്ലേ? ഈ രീതിയിൽ വൃത്തികെട്ട പ്രചരണം പത്രമാധ്യമത്തിലൂടെ ഉത്തരവാദപ്പെട്ട പത്രപ്രവർത്തകർ നടത്തുക. ഇവരാണെങ്കിൽ ആ ദമ്മാജ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഒരു കേന്ദ്രം ഉണ്ട്, ആ കേന്ദ്രത്തിൽ ഇങ്ങനെ ഇരിക്കുക. ചിലർ ഫാമിലി ആയിട്ട് പോവുക, ചില പൊതുവിശ്വാസികൾ അതിലേക്ക് ആകർഷിച്ച് അവരെയും കൊണ്ടുപോവുക. അങ്ങനെ ഒരു കപട ആത്മീയത എന്ന് ഞാൻ പറയുന്നില്ല, ആത്മീയത അതിരുവിട്ട പ്രവർത്തനം. ഒരു പക്ഷെ അവർക്ക് ഇസ്ലാമിനോട് സ്നേഹമുണ്ടാകാം, അവർ തെറ്റിദ്ധരിച്ചിരിക്കാം ഇതാണ് ഇസ്ലാം എന്ന്. ആ പോയ ആളുകൾ IS പോയിട്ടില്ല. ഈ പറഞ്ഞ ആത്മീയ കാപ്പട്യം കാണിച്ച ആളുകൾ പോലും IS പോയിട്ടില്ല. അവർ ചിലർ പോയിട്ടുള്ളത് എവിടെയാ? ടെഹ്റാനിലെ. ടെഹ്റാൻ എന്ന് പറയുന്ന ഇറാന്റെ ഭാഗം. ഇറാൻ മൊത്തത്തിൽ IS ശക്തി എതിരാണ്. അപ്പൊ ഇറാനിലേക്ക് പോയി എന്ന് പറയുന്നതും IS ചേർന്നെന്ന് പറയുന്നതും തീയും വെള്ളവും ഒരു ഗ്ലാസ്സിൽ ഒരുമിച്ചു എന്ന് പറയും പോലെയാണ്. IS പോകുന്ന ആൾ ടെഹ്റാനിലേക്ക് പോകില്ല. കാരണം ടെഹ്റാൻ, ഇറാൻ മൊത്തം IS-നെതിരാ. അങ്ങനെയുള്ളൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇവരുടെ തിരോധാനത്തെ കെട്ടുകഥയാക്കി മെനഞ്ഞുണ്ടാക്കി അതിന് അന്വേഷണം നടത്തി DGP അന്വേഷിച്ചല്ലോ, ADGP അന്വേഷിച്ചല്ലോ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് അന്വേഷണം 20 അംഗ സംഘം വന്ന് അന്വേഷിച്ചല്ലോ. ആർക്കും മനസ്സിലായില്ല ഇതെന്താണ് സംഭവമെന്ന്. അങ്ങനെ പോയതിന് തെളിവില്ല. കുറച്ച് ആളുകൾ പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ പലസ്തീനിൽ യാത്ര പോകുന്ന സമയത്ത് ജെറുസലേമിലൊക്കെ ചെല്ലുമ്പോൾ കുറെ ക്രൈസ്തവ സഹോദരങ്ങൾ അവിടെ കാണാൻ കേരളത്തിൽ നിന്ന് വന്നതാ. എന്താ? അവരിങ്ങനെ ആത്മീയതയായിട്ട് അവിടെ നടക്കുന്നു. എല്ലാ മതവിഭാഗത്തിലും ഇതുണ്ട്. അവർ ഇസ്രായേലിലേക്ക് പോയത് തീവ്രവാദത്തിനാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. നേപ്പാളിലേക്കൊക്കെ യാത്ര പോകുന്ന ആളുകളുണ്ടല്ലോ ഇന്ത്യയിൽ. അമുസ്ലിം സഹോദരങ്ങൾ നേപ്പാളിലേക്ക് പോകാറുണ്ട്. അവരങ്ങനെ തീർത്ഥാടനത്തിന് പോയി അവിടെ കൂടാറുണ്ട്. അവർ പോയത് തീവ്രതക്കാന്ന് ആരും പറയുന്നില്ലല്ലോ. അപ്പൊ മുസ്ലിം സമൂഹത്തിന്റെ വിഷയം വരുമ്പോൾ മാത്രം ഒരു ദിശ മാറ്റി വെച്ച ചർച്ച എവിടെ നിന്നുണ്ടായത്? അതുകൊണ്ട് നമുക്കിവിടെ തീർത്ത് പറയാനുള്ളത് IS എന്ന പ്രസ്ഥാനം ആരാണ് ഉണ്ടാക്കിയതെന്ന് ഗവേഷണം നടത്തണം ആദ്യം. ആരാണ് അബൂബക്കർ ബാഗ്ദാദി?
അമേരിക്കയിലെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന അമേരിക്കയിലെ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിരുന്ന എഡ്വേർഡ് സ്നോഡൻ കൃത്യമായി പറഞ്ഞു, ഇതിന്റെ പിന്നിൽ മൊസാദിന്റെ കൈയുണ്ടോ എന്ന് സംശയിക്കണം. അബൂബക്കർ ബാഗ്ദാദിയെ കുറിച്ച് പറയുന്നു, അയാളെ പേര് അബൂബക്കർ ബാഗ്ദാദി അല്ല, അയാൾ സൈമൺ ഏലിയാട്ട് എന്ന ജൂതനാണ് എന്നിവരെ ചർച്ചയുണ്ട്. അല്ല എന്ന് പറയാൻ നമ്മുടെ ഇതിൽ തെളിവില്ല. അയാൾ മുസ്ലിം ആണെങ്കിൽ മസ്ജിദുൻ നബവിക്ക് സമീപത്ത് സ്ഫോടനം ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കില്ല. അയാൾ മുസ്ലിം ആണെങ്കിൽ മിനിഞ്ഞാന്ന് നടന്ന സ്ഫോടനം അവർ ഏറ്റെടുക്കില്ല. മനുഷ്യന്റെ ചോര കൊണ്ട് കളിക്കുന്ന കളിക്കൊരു മുസ്ലിമിനെ കിട്ടൂല. എന്ത് ലാഭമാണ് ഇതിലുള്ളത്? ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരിത്തേക്കുന്ന തമ്മാടിത്തം ചെയ്യാൻ ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്. ആ സമാധാനം സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കേണ്ട സ്ഥാനത്ത് അപകടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? മാത്രമല്ല, അതിനേക്കാൾ അത്ഭുതം, ഇവരുപയോഗിക്കുന്ന IS ഉപയോഗിക്കുന്ന സകല ആയുധങ്ങളും ഇസ്രയേൽ മുദ്രയുള്ള ആയുധമാണ്. എങ്ങനെയാണ് ISന് ഇസ്രയേൽ മുദ്രയുള്ള ആയുധം കിട്ടുക? എങ്ങനെ ഇസ്രയേലിന് ആ ആയുധം കിട്ടുമ്പോൾ അതിൽ IS ഇസ്രയേലിന്റെ മുദ്ര കൊണ്ടു നടക്കുക? മാത്രമല്ല, അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ പലതും അമേരിക്കൻ നിർമ്മിതം. എങ്ങനെയാണ് അവർക്ക് ആ വാഹനം കിട്ടിയത്? ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് ചിന്തിക്കാൻ ഇതിനപ്പുറം വേണോ ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്? ഇവർ ഏറ്റെടുത്ത അൽ-ഖായിദ പോലുള്ള തീവ്രവാദ സംഘടനകളെ കുറിച്ച് സമൂഹത്തിൽ ഇതുപോലെ ചർച്ചയുണ്ട്. അതുപോലെ തന്നെ ഈ അബൂബക്കർ ബാഗ്ദാദിയെ കുറിച്ച് ചർച്ചയുണ്ട്. ഇതിന്റെ ഒക്കെ തലപ്പത്ത് നേതൃത്വം കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്. സത്യത്തിൽ രാഷ്ട്രവും സൈന്യവും ബഹുജന പിന്തുണയും, ഒരു പാർട്ടി എന്ന രീതിയിൽ ആർക്കും പിന്തുണ ഉണ്ടാവുമല്ലോ. എത്ര ന്യൂനപക്ഷമാകട്ടെ ഭൂരിപക്ഷമാകട്ടെ ഭരണാധികാരിയെ സ്നേഹിക്കുന്ന ഒരു ടീമുണ്ടാവും. ഉദാഹരണം, ഇന്നലത്തെ തുർക്കി പട്ടാളം പിടിച്ചപ്പോ ഉർദുഗാൻ പരസ്യമായി എയർപോർട്ടിൽ വന്നിട്ട് പറഞ്ഞു, ജനം തെരുവിലിറങ്ങണം. ഇറങ്ങി. ആ നേതാവിന്റെ ആഹ്വാനം കേട്ട് ജനങ്ങളിറങ്ങി തിരിച്ചു പിടിച്ചവരെ കയ്യിൽ നിന്ന് പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന്. ആയുധധാരികളായ പട്ടാളത്തിനെതിരെ സാധാരണക്കാരാ തിരിച്ചു പിടിച്ചത്. ഒരു നേതാവിന് പിൻബലമുണ്ടെന്ന് അർത്ഥം. എന്നതുപോലെ സദ്ദാം ഹുസൈനും കേണൽ ഗദ്ദാഫിയും ഇതുപോലത്തെ നേതാക്കന്മാരാ. ആ സൈനിക ബലമുള്ള ജനപിന്തുണയുള്ള, പൂർണ്ണ പിന്തുണ എന്ന് ഞാൻ പറയുന്നില്ല, ജനപിന്തുണയുള്ള പ്രൊട്ടക്ഷൻ സംവിധാനമുള്ള രണ്ട് ഭരണാധികാരികളെ തെരുവ് പട്ടികളെ വേട്ടയാടും പോലെ വേട്ടയാടി കൊന്നു കുഴിച്ചു മൂടിയ അമേരിക്കക്ക് ഒരു തെമ്മാടിപ്പടക്ക് രൂപം കൊടുത്ത, കേവലം രാജ്യമില്ലാത്ത, സൈന്യമില്ലാത്ത, പിന്തുണയില്ലാത്ത, ഒരു മുസ്ലിം രാഷ്ട്രവും അംഗീകരിക്കാത്ത അബൂബക്കർ ബാഗ്ദാദിയെ എന്തേ പിടിക്കാൻ കിട്ടാത്തത്? ശ്രമിക്കാഞ്ഞിട്ടാ, താല്പര്യമില്ല. അമേരിക്കക്ക് താല്പര്യമുണ്ടെങ്കിൽ അബൂബക്കർ ബാഗ്ദാദി ഈ ലോകത്ത് ജീവിച്ചിരിക്കൂല. അമേരിക്ക ടാർഗറ്റ് ചെയ്ത കൊടുക്കുമേളെ. അപ്പൊ അയാൾക്ക് കൊടുക്കണം ആവശ്യമില്ല. എന്താ കാരണം? ആ സംഘം വളരണം. രണ്ട് നേട്ടമാണ് അമേരിക്കക്ക്. ഇരട്ട മുനയുള്ള കത്തിയാണത്. എന്താ കാരണം? ഒന്ന്, ഇസ്ലാം തീവ്രവാദമാണ് എന്ന് ഇയാളിലൂടെ വരുത്തി തീർക്കാം. രണ്ട്, അതിന്റെ പേരിൽ കുറെ മുസ്ലിം നേതാക്കളെ, നായകന്മാരെ അറസ്റ്റ് ചെയ്യാം. സാക്കിർ നായിക്കിനെതിരെ നീണ്ടില്ലേ? സാക്കിർ നായിക്കിനെ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, സാക്കിർ നായിക്കിന്റെ ആദർശത്തോട് നമുക്ക് ഒരു യോജിപ്പില്ല. അയാളുടെ സലഫി വീക്ഷണത്തോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല. പക്ഷേ സാക്കിർ നായിക്കിനെ ഇപ്പോൾ വേട്ടയാടിയിരിക്കുന്നത് അയാൾ സുന്നിയാണോ മുജാഹിദാണോ ജമാഅത്താണോ നോക്കിയിട്ടല്ല. അയാളെ ഇപ്പോൾ വേട്ടയാടിയിരിക്കുന്നത് അയാൾ ഒരു ഇസ്ലാമിക പ്രബോധകൻ എന്ന രീതിയിലാണ്. നായിക്കിന്റെ ചർച്ചയിൽ അദ്ദേഹത്തോട് പല വേദികളും ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ISIS? ഇറ്റ് ഈസ് ആൻ ആന്റി ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അയാളെ മറുപടി, അൾട്ടിമേറ്റ് ആന്റി ഇസ്ലാമാണ് ISIS എന്ന അറുത്ത് മുറിച്ച് തീർത്ത് പറഞ്ഞ അയാളുടെ കാസറ്റുകൾ എത്രയുണ്ട്? പിന്നെന്തിനാ അയാളെ കുറിച്ച് സംശയിക്കുന്നത്? അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? സാദി പ്രാചി 50 ലക്ഷം രൂപ അയാളെ തലക്ക് വില പറഞ്ഞു. എന്റെ സാദി പ്രാചിയുടെ വാക്ക് പിടിച്ചു കെട്ടണ്ടല്ലേ? തൊഗാഡിയ ഈ രാജ്യത്ത് എന്തൊക്കെ പ്രസംഗിച്ചു, വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ പറയുന്നത് അതുപോലെ നമ്മൾ പ്രസംഗിക്കണം എന്നല്ല. നമ്മുടെ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്തൊക്കെ അപകടം വിളിച്ചു പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെ. എന്തിനൊക്കെ വിവരവും വിദ്യാഭ്യാസമുള്ള സുബ്രഹ്മണ്യ സ്വാമി പോലും പറഞ്ഞ എന്താ, അമ്പലത്തിൽ ദൈവത്തിന്റെ പ്രതിഷ്ഠയുണ്ട്, പള്ളിയിൽ ഒരു പ്രതിഷ്ഠയില്ല, ദൈവമില്ല, പള്ളി പൊളിക്കാം, ഒരു കുഴപ്പമല്ല. ദൈവമില്ലാത്ത കേന്ദ്രത്തിന് എന്താ സ്ഥാനം എന്നാ ചോദിച്ചത്. ആര്? സുബ്രഹ്മണ്യ സ്വാമി. ഒരു കേസെടുത്തോ? ആ വാക്കിനെതിരെ വല്ലതും പറഞ്ഞോ? ഗുജറാത്തിന്റെ മണ്ണിൽ മുസ്ലിം സമൂഹത്തെ കൊന്ന് കുഴിച്ചുമൂടി. പാവപ്പെട്ട പെണ്ണിന്റെ ഗർഭത്തിൽ നിന്ന് കുഞ്ഞിനെ തൃശൂലത്തിൽ കുത്തി ചുട്ടു. മാംസം ചുടും പോലെ ഭൂമിയിലേക്ക് വരാത്ത കുട്ടിയെ പുറത്തെടുത്ത് ചുട്ട രാജ്യം ഇന്ത്യ മാത്രമേ ഉണ്ടാവൂ. ആ അവസ്ഥ ഉണ്ടായിട്ട് അതിനെതിരെ ചോദ്യം ചെയ്യാൻ ആളുണ്ടായോ? നമുക്ക് തെറ്റിദ്ധാരണ വരുത്തുക.
വെറുതെ മുസ്ലിങ്ങൾക്കെതിരെ തെറ്റിദ്ധാരണ വരുത്തുക. ഗോത്ര സംഭവത്തിന്റെ പേരിൽ എത്ര ആളെ കൊന്ന് കുഴിച്ചുമുടി ഗോത്ര മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതല്ല. ഒരു ലെറ്റർ ബോംബിന്റെ പേര് തിരുവനന്തപുരത്ത് സാധുവിനെ മുൾമുനെ നിർത്തിയില്ലേ കുറെ കാലം? വല്ലതും നടന്നോ? ലവ് ജിഹാദിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരൻ മുഴുവൻ തീ തീറ്റിച്ചില്ലേ? എത്ര അറസ്റ്റ് നടന്നു? അങ്ങനെ സംഭവം ഉണ്ടോ? ലവ് ജിഹാദ് മലകോവ് സ്ഫോടനത്തിന്റെ പേരിൽ എത്ര മുസ്ലിം സമൂഹത്തെ ജയിലിലിട്ടു? അവസാനം ആ ജയിലിൽ കിടന്നുകൊണ്ട് അതിൽ പങ്കെടുത്ത സ്വാമി പോലും മാറ്റി പറഞ്ഞില്ലേ, ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ് മുസ്ലിങ്ങളെ കൊടുക്കാനെന്ന്. ഇതൊക്കെ നിരന്തരം നടന്നിട്ടും പിന്നെയും മുസ്ലിങ്ങൾക്ക് നടക്കുന്ന ഈ പ്രചരണത്തിന്റെ സത്യം പുറത്തു കൊണ്ടുവന്നൂടെ? നമ്മൾ അർത്ഥം മുറിച്ച് പറയണം, ഒരു നിലക്കും മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നതല്ലത്. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും അതിനെ അംഗീകരിക്കുന്നുവെങ്കിൽ ഇസ്ലാം ഒരിക്കലും അത് ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസ്ലിം അല്ല, ആരാവട്ടെ, മനുഷ്യന്റെ രക്തത്തിനും ജീവനും വില കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഒരു നിലക്കും ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല. ഹിന്ദുക്കൾ സ്വരക്ഷയ്ക്ക് തോക്കേന്തണമെന്ന് പറഞ്ഞതാരാ? പ്രമോദ് മുത്തലിഖാൻ ഇന്ത്യയിൽ, ശ്രീരാം സേന തലവൻ. എന്ത് പ്രശ്നമാണ് ഇവിടെ ഉള്ളത് ഈ രാജ്യത്തെ? ചിന്തിച്ചു നോക്ക്. ബാൽദാക്കറെ പോലും നമ്മുടെ രാജ്യത്ത് ആ തരത്തിലുള്ള പ്രസ്താവന നടത്തിയില്ലേ? അവരെയൊക്കെ ജീവിക്കാൻ അനുവദിക്കുകയും സ്വതന്ത്രമായി കയറൂരുവിടുകയും ചെയ്യുന്ന രാജ്യത്ത് ഒരു മതസൗഹാർദ്ദ പ്രസംഗം വഴിവിട്ട് വൃത്തികെട്ട രീതിയിൽ മതത്തെ തല്ലിക്കുന്ന രീതിയിൽ ചെയ്യാത്ത, സൗഹൃദത്തിൽ മാത്രം നിന്ന് സാക്കിർ നായിക്കിനെ ടാർഗറ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? നാളെ നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ വരില്ലേ? ഇസ്ലാം ഒരിക്കലും ഈ പ്രവണതയെ, തീവ്ര പ്രവണതയെ, അപകടത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപക്വമായ ആത്മീയതയെ പോലും അംഗീകരിക്കുന്നില്ല. ദിക്ർ വേണം, സ്വലാത്ത് വേണം, എല്ലാം വേണം. അപ്പൊ തന്നെ നബിതകൾ പറഞ്ഞു, മഖ്ദൂമിന്റെ ഭാഷയിൽ, അമ്മൽ ഇയാലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൻ ലിയാലിഹി മുതവക്കില. കുടുംബം പ്രാരാബ്ദമുള്ളവൻ അതൊന്നും നോക്കാതെ ദിക്റും ചൊല്ലിയിരുന്നാ പോരാന്ന്. അപ്പൊ ഇതൊക്കെ ശരിക്കും പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം. അതുകൊണ്ട് ദീൻ പഠിക്കേണ്ടത് ഹുദി ദീന അനില്ലദീന ഇസ്തഖാമു, നേരെ നിൽക്കുന്നവന്റെ കയ്യിൽ നിന്ന് ദീൻ പഠിച്ചാൽ മതി. എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. ആ ISISന്റെ ചരിത്രം നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ, അബൂബക്കർ ബാഗ്ദാദി എന്ന് പറയുന്ന ആന്റി ഇസ്ലാം, ഞാൻ അയാളെ കുറിച്ച് പറയട്ടെ. കാരണം അയാൾ ഇസ്ലാമിന്റെ സൽപ്പേരിന് ഒരുപാട് കളങ്കം ചാർത്തിയിട്ടുണ്ട്. ഉസാമ ബിൻ ലാദനെ പോലെ. ഇതുപോലെ നേരത്തെ ബൂസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഉസാമ ബിൻ ലാദൻ. ആരാ ഉസാമ ബിൻ ലാദൻ? അമേരിക്കക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് അഫ്ഗാനിലുണ്ടായിരുന്ന ആളാണ്. സൗദി പുറത്താക്കിയപ്പോൾ അമേരിക്ക ഏറ്റെടുത്ത ആളാണ് ഉസാമ ബിൻ ലാദൻ. ഉസാമക്ക് പരിശീലനം കൊടുത്തത്, ഉസാമനെ വളർത്തിക്കൊണ്ടുവന്നത്, ഉസാമനെ ഫേമസ് ആക്കിയത് അമേരിക്കയാണ്. ആ ഉസാമ അഫ്ഗാൻ പ്രശ്നം കഴിഞ്ഞപ്പോൾ അമേരിക്കക്ക് എതിരായി. അപ്പോൾ ഉസാമ ഏറ്റവും വലിയ തീവ്രവാദിയായി. ഉസാമയുടെ കയ്യിൽ തോക്ക് കൊടുത്തതും വെടിവെക്കാൻ പഠിപ്പിച്ചതും ഒക്കെ അമേരിക്കൻ. എന്ന പോലെ അബൂബക്കർ ബാഗ്ദാദിയെ ജയിലിൽ വെച്ചുകൊണ്ട് പരിശീലിപ്പിച്ചത് മൊസാദ. ആ മൊസാദിന്റെ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമാണത്. ഈ ഒരു അവസ്ഥ ലോകത്ത് പ്രചരിപ്പിക്കാൻ അമേരിക്കൻ ഇമ്പീരിയലിസത്തിന് സാധിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം. സത്യം എന്തെന്നറിയിക്കാൻ മാധ്യമങ്ങൾ പോലും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ നീതി പുലർത്തണം, ഭരണകൂടം നീതി പുലർത്തണം. തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആളുകൾ സത്യം മനസ്സിലാക്കണം. ഞാൻ അതേക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ. IS ലോകത്ത് നടത്തിയ ഭീകര പ്രവർത്തനത്തിന്റെ ഒരുപാട് പട്ടികകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വായിക്കുന്നില്ല. അതിലൊക്കെ മരിച്ചൊടുങ്ങിയ ആളുകളുടെ പേരും കണക്കും അതൊക്കെ നോക്കിയാൽ ഒരിക്കലും ഒരു മുസ്ലിമിന് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഒരു സംഘടനയെ നിലനിന്നുകൊണ്ട് ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ എപ്പോഴും ഒതുക്കാൻ സമയം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെതിരെ ആരും ജാഗരൂകരാകാത്ത എന്തുകൊണ്ടാ? അങ്ങനൊന്ന് വേണമെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ, മുസ്ലിങ്ങളിലല്ല. അങ്ങനൊന്നും ഉണ്ടെങ്കിൽ ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റൂ. അതിനുവേണ്ടി ആരോ പണം കൊടുത്ത് കഥയറിയാതെ ആടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുകയാണോ എന്ന് സംശയിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ആശങ്ക തുറന്ന് പ്രകടിപ്പിക്കുന്നു. ISന്റെ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ വേട്ടയാടാൻ വരുന്നവർ ISുമായി ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല എന്ന വസ്തുത മനസ്സിലാക്കണം. നമ്മൾ ISനെതിരാണെന്ന് മാത്രമല്ല, പ്രവണതയ്ക്കെതിരാണ്. ഒരു കാരണവശാലും മുസ്ലിം സമൂഹം അംഗീകരിക്കില്ല. മറ്റൊന്ന്, നമ്മുടെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഏക സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ആശയമാണ്. പക്ഷേ അതൊരു മാർഗനിർദ്ദേശക തത്വം മാത്രമാണ്. നമ്മുടെ ഭരണഘടനയിലെ 44-ാം അനുച്ഛേദത്തിൽ പറയുന്നു, യൂണിഫോം സിവിൽ കോഡ് ഫോർ ദ സിറ്റിസൺസ്. The state shall endeavor to secure for the citizen a uniform civil code throughout the territory of India. ഇന്ത്യൻ ടെറിട്ടറിയിൽ, ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും ഒരേ നിയമം കൊണ്ടുവരണം എന്ന് രാജ്യം അനുശാസിക്കുന്നു.
ഈ അനുശാസനം ഒരു മാർഗരേഖയായി നമ്മുടെ ഭരണഘടനയിൽ കിടക്കുന്നു. എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? എല്ലാവർക്കും ഒരേ നിയമമായി കിട്ടും. സത്യത്തിൽ ഈ രാജ്യത്ത് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ തന്നെ നമ്മളോട് ചോദിക്കാണ്ട് എന്താണ് ഇപ്പൊ ഏക സിവിൽ കോഡ് വന്നാൽ കുഴപ്പം? നിയമം എല്ലാവർക്കും ഏകീകരിച്ചാൽ കോടതിയിലല്ലേ നിയമം ഒന്നാ, എന്താ കുഴപ്പം? അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സിവിൽ ക്രിമിനൽ നിയമത്തിൽ ക്രിമിനൽ നിയമം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്. ഒരു മുസ്ലിം കട്ടാലും അമുസ്ലിം കട്ടാലും നിയമം ഒന്ന് തന്നെയാ. നമുക്കൊരു പരാതിയില്ല. എന്താ കാരണം? നമ്മൾ കക്കാൻ പോകാതിരുന്നാൽ മതി. ഒരു മുസ്ലിം വ്യഭിചരിച്ചാലും അമുസ്ലിം വ്യഭിചരിച്ചാലും നിയമം തന്നെയാണ്. നമുക്കെന്താ ബുദ്ധിമുട്ട്? വ്യഭിചരിക്കാതിരുന്നാൽ മതി. നമ്മൾ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്തോ, കൊലപാതകം ചെയ്തോ, വൃത്തികേട് ചെയ്തോ അതിന് ശിക്ഷ എല്ലാവർക്കും കിട്ടും പോലെ കിട്ടും. നേരെ മറിച്ച് സിവിൽ നിയമത്തിലും പൊതുവായ കേസുകളിലൊക്കെ എല്ലാവർക്കും ഒന്ന് തന്നെയാണ് നിയമം. പക്ഷെ മുസ്ലിങ്ങൾക്ക് അവരെ മതപരമായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്. അതനുസരിച്ച് അവർക്ക് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഗവൺമെന്റ് മുസ്ലിങ്ങളെ ശരീഅത്തനുസരിച്ച് വിധി കൊടുക്കാൻ കോടതിയിൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. 1937 മുസ്ലിം പേഴ്സണൽ ലോ അഥവാ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 10 കാര്യങ്ങളും അതിന്റെ അനുബന്ധങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമത്തേത് ഇന്റർസ്റ്റേറ്റ് സക്സഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് അഥവാ അനന്തരാവകാശം. രണ്ടാമത്തെ സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓഫ് ഫീമെയിൽസ്, സ്ത്രീകളുടെ സ്വത്തവകാശം, സ്ത്രീകളുടെ പ്രത്യേക അവകാശം. അടുത്തത് മാരേജ് അതിന് തൊലാക്ക്, ഡിസൊല്യൂഷൻ എല്ലാം പെട്ടില്ല. നാലാമത്തെ ഡിസൊല്യൂഷൻ ഓഫ് മാരേജ്, തൊലാക്കല്ല ഫസ്ക്. മെയിൻ്റനൻസ്, സംരക്ഷണം, ഡോവർ, ഗാർഡിയൻഷിപ്പ്, ഗിഫ്റ്റ്, ട്രസ്റ്റ്, വഖഫ് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ പെട്ടു. ഞാൻ പറയട്ടെ, ഈ പറയപ്പെട്ട സംഗതികൾ 1937 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമനുസരിച്ച് നമ്മൾ കോടതി ചെന്നാൽ മതപരമായി നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ച് വിധി കിട്ടും. ഉദാഹരണം, ഞാനൊരു നിക്കാഹ് ചെയ്തു. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൊലാക്ക് ചൊല്ലി. ഇതിന് രണ്ടിനും കോടതിയിൽ സാധുത ഉണ്ട്. ഇവൾ എൻ്റെ ഭാര്യയാണോ അല്ലയോ എന്ന തർക്കമിടെ വന്നു എന്നിരിക്കും. അപ്പത്തെ കാലമാണല്ലോ. ഒരാൾ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. അവൾ പറഞ്ഞു എൻ്റെ ഭാര്യയല്ല, അവനും പറഞ്ഞു അയാളെ ഭാര്യയല്ല. ഞാൻ പള്ളിയിലെ നിക്കാഹ് സർട്ടിഫിക്കറ്റും കൊണ്ട് കോടതിയിൽ ചെന്നാൽ ഇന്ന ഉസ്താദിന്റെ കാർമ്മികത്വത്തിൽ സവ്വജ്തുക എന്ന് പറയുകയും കബിൽതു മിൻക എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും ചെയ്ത തെളിവുണ്ടെങ്കിൽ അവൾ എൻ്റെ ഭാര്യ. അതെനിക്ക് കോടതിയിൽ സ്ഥാപിച്ചു കിട്ടും. കാരണം ഇസ്ലാമിക വിവാഹ നിയമം അവിടെ ജഡ്ജിക്ക് നോക്കാൻ കിട്ടും. എൻ്റെ പിതാവിൻ്റെ സ്വത്തിന്റെ വിഷയത്തിൽ തർക്കം വന്നു, എങ്ങനെ വീതിക്കണം? കലഹം കോടതിയിലെത്തിയാൽ ഇസ്ലാമിന്റെ ഫറായിദിന്റെ കിതാബിൽ എങ്ങനെ പറഞ്ഞത് അങ്ങനെ കോടതി വിധിക്കുള്ളൂ. പിതൃത്വം, ചില സമുദായത്തിൽ പിതൃത്വം മരുമക്കത്തായമാണ്. അമ്മാവന്റെ സമ്പത്തിലാണ് പെങ്ങളെ കുട്ടികൾക്ക് അവകാശം ഉണ്ടാവുക. നമുക്ക് അങ്ങനെയല്ല. അപ്പൊ അവരെ കേസ് വരുമ്പോൾ അങ്ങനെയും നമ്മളെ കേസ് വരുമ്പോൾ ഇങ്ങനെയും വിധിക്കണം. അപ്പൊ നമ്മുടെ കേസ് വരുമ്പോൾ മിൻഹാജിൽ എന്ത് പറഞ്ഞു അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വിധി പറയാൻ ജഡ്ജിക്ക് കഴിയും. അതാണ് മുഹമ്മദൻ ലോ. അപ്പൊ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന തൊലാഖിന്റെ സർട്ടിഫിക്കറ്റിന്, പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന നിക്കാന്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്വത്ത് വഖഫ് ചെയ്തു. വാക്കിഫിന്റെ ഉദ്ദേശപ്രകാരമല്ല നടക്കുന്നെങ്കിൽ കോടതിയിൽ പോലെ കോടതി വഖഫ് ആധാരം പരിശോധിക്കും, അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണൽ പരിശോധിച്ച് മുഹമ്മദൻ ലോയിൽ എന്താ പറഞ്ഞത് നടപ്പാക്കും. കോടതിയിൽ നിയമപരമായി നമുക്ക് സംരക്ഷണമുണ്ട് ഈ വിഷയത്തിൽ. ഒരു ട്രസ്റ്റ് ആണെങ്കിലും അങ്ങനെ. ചെലവ് കൊടുക്കുന്ന വിഷയം വന്നു, കോടതിയിലെത്തി, അവിടെയൊക്കെ എന്താണോ ചെയ്യേണ്ടതെന്ന് നിയമം. ഇത് നമ്മുടെ സ്വകാര്യ സംഭവങ്ങളാണ്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ഒരു നിയമം മുസ്ലിമിന് നിലനിൽക്കുമ്പോൾ ഉഭയകക്ഷികൾ മുസ്ലിം ആണെങ്കിൽ കോടതി അംഗീകരിക്കുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഒരു മുസ്ലിമും തമ്മിലുള്ള തർക്കത്തിൽ ഇത് അപ്ലിക്കബിൾ ആകൂ. ഒരു മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള സ്വത്ത് തർക്കത്തിൽ ഇത് അപ്ലിക്കബിൾ അല്ല. കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ തർക്കിക്കുമ്പോഴേ ഈ വിഷയമുള്ളൂ. അപ്പൊ ഇത് മറ്റൊരു സമൂഹത്തെയോ സമുദായത്തെയോ ബാധിക്കുന്നേയില്ല. നമ്മുടെ ഭാര്യയെ, നമ്മുടെ പെങ്ങന്മാരെ, നമ്മുടെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന വിഷയം പോലെ ഒരാൾക്കൊത് ബാധകമല്ലല്ലോ. ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 1937 മുതൽ 2016 വരെ നിലനിന്നിട്ട് ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, അമുസ്ലിമായ വ്യക്തിക്ക് ദ്രോഹമുണ്ടായ ഒരു കഥ പറയട്ടെ? ഒരിക്കലും ഉണ്ടാവില്ല. എന്താ കാരണം? ഇത് മറ്റുള്ളവരെ പിന്നെ ഇത് കൊണ്ടു നടന്നാൽ എന്താ കുഴപ്പം? എന്നാൽ ഏക സിവിൽ കോഡ് വന്നാലോ എല്ലാവർക്കും ഒരേ നിയമമായിരിക്കും.
അപ്പൊ പിന്നെ കോടതിയിൽ ചെന്ന് നിക്കാഹിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അത് അംഗീകരിക്കൂല. എല്ലാവർക്കും ഒരേ നിയമം എന്ന് പറയുമ്പോൾ മുസ്ലിമിന്റെ നിയമം എന്തായാലും നിയമമായി വരില്ലല്ലോ എന്ന കാരണം നമ്മൾ ന്യൂനപക്ഷമാണ്. ഹിന്ദുവിന്റെ നിയമം തന്നെ വന്നാലും ഹിന്ദുക്കളിൽ പല ആചാരമാണ്. ചുരുക്കത്തിൽ സവ്വജ് തുക വങ്ക തുക എന്ന വാക്കിന് സ്ഥാനം ഉണ്ടാവില്ല, തൊലാഖിന് സ്ഥാനം ഉണ്ടാവില്ല, ഖാദിയുടെ വിധിക്ക് സ്ഥാനം ഉണ്ടാവില്ല, ഇസ്ലാമിന്റെ ഫറാദ് അനുസരിച്ച് ബാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കാൻ പറ്റൂല, വഖഫിനും ട്രസ്റ്റിനും ഒന്നും സ്ഥാനം ഉണ്ടാവില്ല. എന്താ കാരണം? മുഹമ്മദ് ലോ പോവും. ഇന്ത്യക്കൊരു നിയമമായിരിക്കും, എല്ലാ സമുദായത്തിനും ഒരേ നിയമം. നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ? മതേതര ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും അവന്റെ വിശ്വാസ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കുന്നില്ലേ? ഇത് കൊണ്ടുവരുന്നത് കൊണ്ട് എന്ത് പ്ലസ് പോയിന്റാണ് ഇന്ത്യക്കുള്ളത്? എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഒരു സമൂഹത്തിന്റെ ജീവിതം ദുസ്സഹമാകും, ഹറാമ് തിന്നേണ്ട ഗതി വരെ വരും. സ്വത്തവകാശം കൃത്യരീതിയിലല്ല ഓഹരി വെച്ചതെങ്കിൽ ഹറാമ് തിന്നേണ്ടി വരും. കോടതിയിൽ പോയാൽ അതിന് ശരിയായ റൂള് കിട്ടൂല. മാത്രമല്ല, ഇത് നടപ്പാക്കാൻ നിർദ്ദേശമുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ മുൻഗണനാ ക്രമം അനുസരിച്ച് നടപ്പാക്കുന്ന എന്തേ നടപ്പാക്കാതിരുന്നത്? ഇവിടെ തന്നെ നിങ്ങൾ നോക്കുന്നത്, ഇത് പറയുന്ന അതേ ഖണ്ഡികക്കൊപ്പം തന്നെ പറയുന്നു പ്രൊവിഷൻ ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. എന്താ പറയാത്തത്? അതേ വകുപ്പിലുള്ളതാ ഭരണഘടന ഞാൻ ഈ വായിക്കുന്നത്. The state shall endeavor to provide within a period of 10 years from the commencement of this constitution for free and compulsory education for all children until they complete the age of 14 years. 14 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഓരോ പൗരനും സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം. എപ്പോ? ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ. ഭരണഘടന നിലവിൽ വന്നിട്ട് 6-10 കഴിഞ്ഞല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര 10 കഴിഞ്ഞു? ആദ്യത്തെ 10 നടപ്പാക്കേണ്ടതായിരുന്നത്, ആദ്യത്തെ 10 ഇറങ്ങേണ്ടതാ, പക്ഷെ നടപ്പാക്കിയില്ല. ഈ കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കാൻ എന്തേ താല്പര്യപ്പെടാത്തത്? ആ വകുപ്പ് എന്താ എടുക്കാത്തത്? ഈ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ മാത്രം എന്താ താല്പര്യം? സമ്പൂർണ്ണ മദ്യനിരോധന മാർഗനിർദ്ദേശത്തില്ലേ നടപ്പാക്കുമോ? അപ്പൊ ഇവിടെ ഒരു സമൂഹത്തെ ഒതുക്കാനുള്ള ശ്രമമാണ് ഡെമോക്രസിന്റെ വാള് പോലെ. നമ്മൾ ആവശ്യപ്പെടേണ്ടത് സത്യത്തിൽ ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് അപ്രായോഗികമാണ്. അത് അപ്രായോഗികമാണ്, നടപ്പാക്കാൻ കഴിയില്ല. ആ വകുപ്പ് തന്നെ എടുത്തു നീക്കാനാണ് നമ്മുടെ രാജ്യത്ത് ശ്രമം നടക്കേണ്ടത്. അങ്ങനെ ഒരു വകുപ്പ് ഇന്ത്യയിൽ ഭീഷണിയാകാനേ പാടില്ല. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ചർച്ച വന്നപ്പോൾ കായികമരത്തിനെ പോലുള്ള ആളുകൾ ശബ്ദിച്ചിരുന്നു. അന്ന് പറഞ്ഞ മതേതരത്വമുണ്ട്, ഇന്ത്യ മഹാരാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്ന കാലത്തും ഒരു മതത്തിന് ഭംഗം വരൂല എന്ന്. ആ ഉറപ്പ് ലംഘിക്കപ്പെടും നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് വന്നാൽ. ഒരു അമുസ്ലിമിനോ മതമില്ലാത്തവനോ ദ്രോഹം വരാത്ത ഈ നിയമം, എന്നാൽ മുസ്ലിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ നിയമം നമ്മൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന നിക്കാഹ്, തൊലാഖ്, ധർമ്മം പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് കോടതിയിൽ ഇസ്ലാമിക വിധി കിട്ടുന്നത് തടഞ്ഞിട്ട് എന്താ ഗുണമുള്ളത്? അപ്പൊ ഇന്ത്യ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശ്രമമാണത്. അതുകൊണ്ട് ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കാൻ പാടില്ല, ശക്തമായി ആവശ്യപ്പെടണം. നമ്മളും ബോധവാന്മാരാകണം. നമ്മുടെ അന്യമതസ്ഥരുടെ മതം, ഉദാഹരണമായി ദേവസ്വം ബോർഡ്, അതിന് നിയമമുണ്ട്, നമ്മളതിൽ ഇടപെടാൻ പാടില്ല. എന്താ കാരണം? അത് അവരുടെ മതനിയമമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചു. ഖുർആൻ പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കാൻ പാടില്ല. ഒരാള് ബിംബത്തെ പൂജിക്കുമ്പോൾ കളിയാക്കാൻ പാടില്ല. എന്താ കാരണം? അത് അവന്റെ വിശ്വാസങ്ങളെ മാനിക്കണം, വ്യക്തിത്വങ്ങളെ മാനിക്കണം. ആ രീതിയിൽ പരമത സ്നേഹവും പരമത സൗഹൃദവും വ്യക്തി സൗഹൃദവും ഒക്കെ നമ്മൾ നിലനിർത്തണം. അന്യമതത്തോട് കൊമ്പ് കോർത്തുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. മതപരമായി തീർത്തും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നതല്ല സുരേന്ദ്രൻ മാഷ് വിശ്വസിക്കുന്നത്, അദ്ദേഹം വിശ്വസിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. പക്ഷെ എങ്കിലും മനുഷ്യരെന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ഈ പൊതുസമൂഹത്തിലെ ബഹുസ്വരതയുടെ ഭാഗമാണ്. നമ്മൾ തമ്മിൽ കൊമ്പ് കോർക്കേണ്ടതല്ല, നമ്മൾ തമ്മിൽ തല്ലേണ്ടതല്ല. സത്യത്തിൽ ഇങ്ങനെയുള്ള ചർച്ച നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നത് രാജ്യത്തെ പുറകോട്ടല്ലേ കൊണ്ടുപോകൂ? അങ്ങനെ രാജ്യത്തെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഇത്തരം ചിന്തയിൽ നിന്നും പിന്മാറണം. ഞാൻ വിഷയം അവതരിപ്പിക്കല്ല, ഉദ്ഘാടനം ചെയ്യണം, അതുകൊണ്ട് ദീർഘിപ്പിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ മതേതര ബഹുസ്വരത അത് നിലനിർത്തുന്നതിന് ഏക സിവിൽ കോഡ് കൊണ്ടുവരേണ്ട കാര്യമില്ല. 2, ഈ ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാൽ മുസ്ലിങ്ങൾക്ക് ജീവിതം ദുസ്സഹമാണ്. 3, മുസ്ലിങ്ങളുടെ പേഴ്സണൽ ലോ നിലനിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹവും ഇല്ല. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് 37 മുതൽ നിലവിലുണ്ട്. സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പേ നമുക്ക് കിട്ടിയ അംഗീകാരം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്തിനാ എടുത്തു കളയുന്നത്?
സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി സമരം ചെയ്ത ഒരു സമൂഹത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുമ്പുള്ള നിയമം എടുത്തു കളഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുന്നതിന് എല്ലാവരും കൂടി ഒരു സമൂഹത്തെ പീഡിപ്പിക്കുമ്പോഴല്ലേ തീവ്രതയും ഭീകരതയും ഉണ്ടാകുന്നത്? നീതി നിഷേധിക്കുന്ന സ്ഥലത്തു നിന്നാണ് തീവ്രത പൊട്ടിപ്പുറപ്പെടുന്നത്. അവിവേകം ഈ സമൂഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നത് വിവേകികൾ ഈ സമൂഹത്തെ പരിഗണിക്കാതിരിക്കുമ്പോഴാണ്, അടിച്ചമർത്തപ്പെടുമ്പോഴാണ് തിരിച്ചടി വരുന്നത്. അതുകൊണ്ട് തീവ്രവാദിയെ ജനിപ്പിക്കരുത്, തീവ്രവാദത്തെ വളർത്തരുത്, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ഒരു സമൂഹത്തിന് നീതി കൊടുക്കണം. ജസ്റ്റിസ് എന്ന് പറയുന്നത് പ്യുവർ ജസ്റ്റിസ്, പ്യുവർ ജസ്റ്റിസ്, ശരിയായ നീതി എന്ന് പറയുന്നത്, ശരിയായ നീതി എന്ന് പറയുന്നത് എന്താണ്? പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല. പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥ ഒരു കുഴപ്പമില്ലാണ്ട് നീതി കിട്ടിയെന്നാവൂല. എന്നാൽ നീതി യഥാർത്ഥത്തിൽ കിട്ടിയെന്ന് പറയുന്നതാണ് എന്താ? അത് 100% നീതി പുലരുമ്പോഴാണ്. നീതി പുലരുമ്പോഴാണ് യഥാർത്ഥ പീസ്, സമാധാനം വരുന്നത്. ബാക്കിയൊക്കെ അസമാധാനമാണ്. അതുകൊണ്ട് ശരിയായ സമാധാനം എന്ന് പറയുന്നത് പ്രശ്നമില്ലാത്ത അവസ്ഥക്കല്ല. 100% ഒരു സമൂഹത്തിന് നീതി കിട്ടുമ്പോഴാണ് ശരിയായ സമാധാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് രാജ്യത്തെയും സമൂഹത്തെയും സമാധാനത്തിലേക്ക് നയിക്കാൻ മതേതര കൂട്ടായ്മ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയും അതിശക്തമായി നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും നമ്മൾ തന്നെ 100 കഷണങ്ങളായി ഭിന്നിക്കാതിരിക്കുകയും നമ്മൾ ഒന്നിച്ചെന്നുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യണമെന്നൊരു സന്ദേശമാണ് സുന്നി യുവന സംഘം ഈ മഹത്തായ പരിപാടികൾ നൽകുന്നത്. ഒരുമിച്ച് നിന്ന് പ്രശ്നങ്ങളെ നേരിടാനും അന്യമതസ്ഥരെ വെറുപ്പിക്കാതെ മറ്റു മതസ്ഥരെ സമൂഹത്തിൽ അവമതിക്കാതെ നമ്മുടെ അവകാശ പോരാട്ടത്തിൽ അവരെ കൂടി നമുക്കൊപ്പം നിർത്തി നമ്മൾ ഒന്നിച്ച് സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങുന്ന ശാന്തിപൂർണമായ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനത്തിന്റെ ഒരു ശബ്ദമാണ് നമ്മൾ ഈ മുടക്കുന്നത്. അല്ലാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.